പ്രിയ ASൻ്റെ കൊത്തക്കല്ലുകൾ എന്ന മനോഹരമായ പുസ്തകത്തിൽ ചാവുനിലത്തിൻ്റെ ഓർമ്മയ്ക്കെന്ന് പറയുന്ന ആരുടെയും മനസ്സിനെ ആഴത്തിൽ പൊള്ളിക്കുന്ന ഒരു ലേഖനമുണ്ട്. ജീവിതത്തിൽ സന്താന സൗഭാഗ്യമില്ലാതെ സങ്കടപ്പെടുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ വ്യഥ അത് മനോഹരമായി കൊറിയിട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനെ മുഴുവൻ വികാരവിചാരത്തോടുകൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. ദമ്പതികളുടെ ജീവിതത്തിൻ്റെ വലിയ ദുഃഖമാണ് തങ്ങൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളത്. എന്നാൽ ആ ദുഃഖത്തെ ഇരട്ടിയാക്കി തീർക്കുന്നത് കുഞ്ഞില്ലാത്തതിനെക്കുറിച്ചുള്ള മറ്റു മനുഷ്യരുടെ കുത്തുവാക്കുകൾ കേൾക്കുക കൂടി ചെയ്യുമ്പോഴാണ്. ആശുപത്രിയുടെ വരാന്തയിൽ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ചികിത്സ തേടി പോയിരിക്കുന്ന ഒരു വ്യക്തി, അകത്ത് പരിശോധിക്കുന്ന ഡോക്ടർ, അത് ലേഡി ഡോക്ടറാണ്, പരിശോധിക്കാൻ വന്നിരിക്കുന്ന സ്ത്രീയോട് പറയുന്ന വാക്ക് നിങ്ങൾ പ്രസവിക്കില്ല എന്നാണ്. പുറത്ത് കേട്ടുകൊണ്ടിരുന്നവരുടെ മനസ്സിൽ തോന്നിയ വാക്ക് ഇങ്ങനെയാണ്: മെഡിസിനിൽ ബിരുദം നേടിയ ഈ ഡോക്ടർ ഒരു കോഴ്സിന് ചേരേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് പറയേണ്ടുന്നത് എന്ന് പഠിക്കാൻ പോലും. ഒരു മനുഷ്യനോട് ഒരു കാര്യം പറയാൻ എങ്ങനെ പറയണമെന്ന് പഠിക്കാൻ ഡോക്ടർ ഒരു കോഴ്സിന് ചേർന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീ. സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വേദനകളോട് കുറെ കൂടെ സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കാൻ, അനുകമ്പയോടെ ചേർത്ത് പിടിക്കാൻ, ആർദ്രതയോടെ അണച്ചു പിടിക്കാൻ കഴിയുക. ഏതോ അനാഥാലയത്തിൽ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും വന്നാൽ മതിയെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന ദമ്പതികളും. ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിക്കാൻ സാധിച്ച ഒരുപാട് അനുഗ്രഹത്തിൻ്റെ വേദിയായി മാറ്റപ്പെടും. മനുഷ്യരുടെ ദുഃഖങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ സമാശ്വാസമായി തീരാൻ സാധിക്കുക എന്നുള്ളത് ഏറെ കരണീയമായ കാര്യമാണ്. ലഭിക്കാതെ പോയ നന്മകളെ ഓർത്ത്, കിട്ടാതെ പോയ അനുഗ്രഹങ്ങളെ കുറിച്ച് ജീവിതത്തിൽ ആകുല ചിത്തരായി കഴിയുന്നതിനേക്കാൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറ്റപ്പെടുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിന് സന്തോഷമായി തീരുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമായി മാറുവാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. പ്രിയ AS സുന്ദരമായി കോറിയിട്ടിരിക്കുകയാണ്: നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന കഠിനമായ ശബ്ദത്തേക്കാൾ, പ്രിയപ്പെട്ടവളെ, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം ദാനമായി തരുന്നില്ലെങ്കിലും സങ്കടപ്പെടണ്ട. ഏതോ ഒരനാഥാലയത്തിൽ തൻ്റെ അപ്പനെയും അമ്മയെയും കാത്തിരിക്കുന്നൊരു കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയുമായി തീർന്നിട്ട് തോളത്ത് കൈയിടാൻ പറ്റിയ, അതും ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമല്ലേ എന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്നാണ്. പറയേണ്ടുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടുന്ന കോഴ്സിന് ചേരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആ ഗ്രന്ഥകാരി കുറിച്ചിടുമ്പോൾ നമ്മുടെ വാക്കുകൾ കേട്ടിട്ട്
നമ്മുടെ സംസാരം ശ്രദ്ധിച്ചിട്ട് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുമോ, ഇയാൾ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും എപ്പോൾ പറയണമെന്നും പഠിക്കാൻ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നിരുന്നെങ്കിൽ എന്ന് തോന്നുമോ? ഈ നോമ്പ് പറയുന്നത് പരിശുദ്ധമായി തീരുവാൻ, പറയേണ്ടുന്നത് പറയേണ്ടുന്ന സമയത്ത് പറയാൻ, പറയേണ്ടുന്നവരോട് മാത്രം പറയാൻ, പറയേണ്ടുന്നത് പോലെ പറയാൻ പരിശീലിക്കാൻ ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.